അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, തമ്മിൽ ഐക്യരൂപമില്ലാത്ത ഘടകകക്ഷികളാണ് ഇന്ത്യ മുന്നണിയിലുള്ളതെന്ന് നിങ്ങൾ പറയുമ്പോഴും ഇന്ന് അതേ മുന്നണികളിൽ എല്ലാവരും ഒപ്പുവെച്ചിട്ടാണ് ജഗദീപ് ധൻഖറിനെ മാറ്റാനുള്ള ഒരു പ്രമേയമായി അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അവിശ്വാസ പ്രമേയത്തിന് 50 പേർ ഒപ്പുവെച്ചതിൽ 50 പേരും ഇന്ത്യ മുന്നണിയുടെ വിവിധ ഘടകകക്ഷികളിൽപ്പെട്ടവരാണ്. ചില വിഷയങ്ങളിൽ അവർക്ക് വിയോജിപ്പുകൾ ഉണ്ടാവാം, അത് ആഭ്യന്തര ജനാധിപത്യം ഏതൊരു മുന്നണിയിലും ഉണ്ടാകുമല്ലോ. പക്ഷേ കാര്യം വരുമ്പോൾ അവരൊറ്റക്കെട്ടാണ്. സി പി കൃഷ്ണദാസ്. ഡോക്ടർ അരുൺ, ബഹുമാനപ്പെട്ട ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു നിരീക്ഷണം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തിന് യാതൊരു തരത്തിലുള്ള പങ്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ല. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും മുതിർന്ന, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം. 1969-നും 77-നും ഇടയിലും 1980-നും 89-നും ഇടയിലും നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ സംവിധാനങ്ങളെ ഉണ്ടായിരുന്നില്ല, നേതാക്കളെ ഉണ്ടായിരുന്നില്ല. ആ സമയത്തും കൃത്യമായി വിഷയങ്ങൾ ഉന്നയിക്കാനും ആ വിഷയങ്ങൾക്ക് ചർച്ച കൊണ്ടുവരാനും സഭയിൽ ഏത് വിഷയമാണ് ഉന്നയിക്കപ്പെടേണ്ടത് അത് കൊണ്ടുവരാനും BJPക്ക് ഏതെങ്കിലും തരത്തിൽ സാഹചര്യം ഉണ്ടായിരുന്ന ഘട്ടങ്ങളിൽ BJP നേതൃത്വം അതിന് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങ് ചോദിച്ച ചോദ്യം, പ്രതിപക്ഷ കക്ഷികൾ എന്നുള്ള നിലക്ക് അവർ നടത്തുന്ന ഒരു നീക്കത്തിനോ അല്ലെങ്കിൽ അവർ നടത്തുന്ന ഏതൊരു അഭിപ്രായ സ്വീകരണത്തിനോ BJPയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ രാഷ്ട്രീയ എതിരഭിപ്രായവുമില്ല, നയപരമായ എതിരഭിപ്രായവും അവരുടേതായ. അതങ്ങനെയല്ല. അരുൺ സൂചിപ്പിക്കുന്നതും ശ്രീ സണ്ണിക്കുട്ടി സൂചിപ്പിച്ചതുമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മുടെ സഭയ്ക്കകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ രാജ്യത്തിന്റെ സാമൂഹികപരമായ, രാഷ്ട്രീയപരമായ, അതല്ലെങ്കിൽ സാമ്പത്തികപരമായ രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലാണ്. സംസ്ഥാനങ്ങൾക്ക് സാധാരണ നിലയിലും ഉയർന്ന തുക കൊടുത്ത് സോളാർ വൈദ്യുതി ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന്, അദാനിയുടെ ഗ്രീൻ എനർജിയിൽ നിന്ന് വാങ്ങി 2000-ത്തിലധികം കോടി രൂപയുടെ അഴിമതി ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു വിഷയം ഇന്ത്യയിൽ ചർച്ച ചെയ്യേണ്ടതല്ലേ? അതിൽ 1500 കോടിയിലധികം ആന്ധ്രാപ്രദേശിലെ നിങ്ങളുടെ പഴയ അനുഭാവിയായിരുന്ന ഒരു പാർട്ടിക്കാണ് കിട്ടിയത്. ആ 5 സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും ഈ അഴിമതിപ്പണം വാങ്ങി എന്നുള്ളൊരു കേസ് ന്യൂയോർക്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കേസെടുക്കുന്നില്ല എന്നൊരു ചോദ്യം നമ്മുടെ പാർലമെന്റിൽ അല്ലെങ്കിൽ എവിടെ ചോദിക്കും സർ? നമ്മുടെ രാജ്യത്തെ ലോകസഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും ഉന്നയിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് റൂൾ 56 പ്രകാരമാണെങ്കിലും റൂൾ 57 പ്രകാരമാണെങ്കിലും അതുമെല്ലാം നടക്കുന്ന നടപടിക്രമങ്ങൾക്കനുസരിച്ച് അതിന് നടപടികൾ സ്വീകരിക്കേണ്ടത് സഭാനാഥന്മാരാണ്. അത് തീരുമാനിക്കപ്പെടുക അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ നമ്മൾ പുറത്തുനിന്ന് അഭിപ്രായം പറഞ്ഞാൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവർക്ക് ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. സഭയ്ക്ക് പുറത്തത് ഉന്നയിക്കുന്നുണ്ടല്ലോ, സഭയ്ക്ക് അതിനപ്പുറത്തേക്കോ അത് ഉന്നയിക്കുന്നുണ്ടല്ലോ. പക്ഷെ അതേ വിഷയങ്ങൾ തന്നെ സഭയ്ക്ക് വേറെ വിഷയങ്ങളായി വരുമ്പോൾ അവർക്കത് ഉന്നയിക്കേണ്ടതില്ലല്ലോ. സോറസിന്റെ വിഷയം വരുമ്പോൾ ഉന്നയിക്കേണ്ടതില്ലല്ലോ, ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലല്ലോ. സോറസ് പൊളിഞ്ഞ് പാളീസായില്ലേ? അതൊക്കെ നമുക്ക് തോന്നുന്ന വിഷയങ്ങളല്ലേ? നമുക്ക് അങ്ങനെ തോന്നുകയാണ്. കോൺഗ്രസ് കൊണ്ടുവരുന്ന വിഷയങ്ങളെല്ലാം BJP കൊണ്ടുവരുന്നതാണ്. BJPക്കെതിരെ കൊണ്ടുവരുന്നതെല്ലാം അങ്ങനെ രാഷ്ട്രീയപരമായി നമ്മുടെ രാജ്യത്ത് നീതിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഏതെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ അത് സഭയ്ക്കകത്ത് ചോദ്യം തെറ്റില്ലെന്നേ. അവർ കോൺഗ്രസുകാർ ചെയ്തതല്ലോ. ഞങ്ങളാണെങ്കിലും സഭയ്ക്കകത്ത് ഉന്നയിക്കുന്ന വിഷയങ്ങൾ സഭയ്ക്കകത്ത് ഉന്നയിക്കും, പുറത്തുന്നയിക്കേണ്ട വിഷയങ്ങൾ പുറത്തുന്നയിക്കും. അതുകൊണ്ട് പ്രതിപക്ഷ സഭയിൽ നരേന്ദ്രമോദി അദാനി എന്നൊരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ? ഇത്രയും കാലത്തിനിടയിൽ അദാനി എന്നൊരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ സഭയ്ക്കുള്ളിൽ? എന്താ ഭയക്കുന്നത്? ആരെയാ ഭയക്കുന്നത്? അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ധാരണ അദ്ദേഹം പറയുന്നതിനനുസരിച്ച് പ്രധാനമന്ത്രി പറയണമെന്നുള്ളതാണ്. അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ? അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അജണ്ട ഉണ്ട്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി രാജ്യത്തോട് പറയേണ്ട, പാർലമെന്റിൽ പറയേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുമല്ലോ. അതാണ് നമ്മൾ കാണുന്നതും. കോൺഗ്രസിന്റെ അജണ്ടക്കനുസരിച്ചല്ലോ BJP രാജ്യം ഭരിക്കുന്നത്. ഞങ്ങൾക്ക് മാൻഡേറ്റ് ജനങ്ങൾ തന്നിരിക്കുന്നതിനാണ്. ഞങ്ങൾ നിശ്ചയിക്കുന്ന, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിഷയങ്ങൾക്ക് നേതൃത്വം സാധ്യതകൾ എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. Debate with Dr. Arun Kumar.